സോ ഹലോ ഗീസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഇൻട്രോഡ് കാര്യമൊന്നും സമയമില്ല, നമുക്ക് നേരെ പോണു ഗീസ്. നമ്മുടെ മുന്നത്തെ എപ്പിസോഡ് നമ്മൾ നെതറിൽ പോയി അവിടെ നിന്ന് സോൾസാനെ കളക്ട് ചെയ്ത് ഒരാവശ്യമില്ലാണ്ട് ബാസ്റ്റണിൽ കയറി അവിടെ നിന്ന് അവൻ വീണ് ചത്ത്. ഇത്രയ്ക്കധികം മണ്ണത്തരം ഞാനായിട്ട് വേറെ ആരും കട്ടില്ല. ആ നേരത്തെ ലേറ്ററിനും പോയി എല്ലാം പോയി ഗീസ്. എൻ്റെ മെയിനായിട്ട് എനിക്ക് വിഷമത്തിന്റെ ലേറ്റർ ആയപ്പോഴാണ്. ആർമറൊക്കെ നമുക്ക് പിന്നെയും ആ മണ്ണം വേണ്ടേ നമുക്ക് വാങ്ങിക്കാവുന്നുണ്ടായിരുന്നു. ലേറ്ററാണ് ഗീസ്. നമുക്ക് എന്തെങ്കിലും ഇനിയും പോകണം. അതെ ഗീസ്, നമ്മളിന്ന് വീണ്ടും എന്റെയും പോണ്. ഇത് നമുക്ക് പറ്റിയെങ്കിൽ 2 ലേറ്റർ തന്നെ കൊണ്ടുവരണം ഗീസ്. വേറെ പ്രസ്താവന ഇല്ലേ. നമ്മുടെ കുറച്ച് ടൈം കൊണ്ട് എൻ്റെ ആർമർ ഹെൽമെറ്റ് ഉണ്ട്, അധികം പ്രശ്നമില്ലാത്തത്. ഇതൊക്കെ പൊട്ടാറേ നമ്മൾ എടുക്കണില്ലേ, അങ്ങനെ എടുക്കണാ. ഇതൊരു എടുക്കാം കേസ്. മറ്റേത് നോട്ടെ പൊട്ടുപോ വെയിറ്റ് ഉണ്ട്, കുറച്ച് ഡയമണ്ട് ഇല്ലേ. ഇതിലിപ്പോൾ 35 ഡയമണ്ട് ഉണ്ട് കേസ്. അത് വെച്ച് നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റും ഒരു സോഡ് ഉണ്ടാക്കാം കേസ്. അധികം ഞാൻ യൂസ് ചെയ്യണില്ലേ. ഓക്കെ, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു സോഡ്, ഇത്ര മതി കേസ്. നമുക്ക് ലൂട്ട് ചെയ്യാനാണ് സെൻറ്റർ, അങ്ങനെ കൊല്ലാനൊന്നുമല്ല. ഈ സാധനങ്ങളൊക്കെ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടേ. നമ്മളെ ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ മതി തോന്നുന്നുണ്ട്. ഇത് നമുക്ക് മറ്റേ പോർട്ടൽ വരെ പോകാനായിട്ട് നമുക്ക് എവിടെ സാധനം കൃത്യമായിട്ട് അറിയില്ലേ ഇത് ലൊക്കേഷൻ. അപ്പോൾ ഒന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ടെമ്പററി ബ്ലോക്ക്, കുറച്ച് ഫുഡ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ മതി എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അതിന് തന്നെ വെച്ച് അതിന് ആ പോർട്ടൽ കണ്ടുപിടിക്കണം കേസ്. അത് ഇവിടെ ഉണ്ടായിട്ടാണ്. ഇത് അവിടെ 2 കേസ്. ഇത് എൻ്റെ ഇത് സൂക്ഷിച്ചാണ്ട് ഉപയോഗിക്കാൻ. ഓക്കെ, എൻ്റെ പണ്ടത്തെ ബോട്ട് എടുക്കുന്ന സെറ്റപ്പ് അന്ന് വന്നപ്പോൾ എൻ്റെ ബോട്ട് ഇട്ട പോയെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ബോട്ട് എടുക്കുന്നുണ്ട്. ഇവിടെയാണ് കേസ് നമ്മുടെ സെറ്റപ്പ്. ഇനി ഈ ബ്ലോക്ക് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇത് കാണാൻ പറ്റും കേസ്. മേലെ കയറി ആ ബ്ലോക്ക് അടച്ചു കഴിഞ്ഞാൽ വെള്ളം പോകും. താഴത്തെ ഞാൻ ടോർച്ച് എടുത്തില്ലേ. ടോർച്ചിനെ കുറച്ചും വിളിച്ചും കിട്ടിയാനെ. നമുക്ക് ഈ വെള്ളത്തിന് പിന്നാലെ പോയാൽ മതി കേസ്. ഇവിടെ നമ്മൾ സെറ്റ് ആവും. നമ്മൾ എവിടെത്തി നമ്മൾ വേഗം നമ്മുടെ മറ്റേ മെയ്സ് കണ്ടുപിടിക്കണം കേസ്. മെയ്സ് അല്ലല്ല, പോർട്ടൽ. ആ പോർട്ടൽ എനിക്ക് അറിയാൻ വേണ്ടിയാണ്. ഏകദേശം പുറത്താണ് കേസ്. ഈ ഇതെന്ന് വെച്ചാൽ പകുതി കേവും പകുതി ഗുഹയാ. അതിൽ കേവിനുള്ളിലാണ് കേസ് ആ സ്ഥലം. നമ്മൾ ഇന്ന് പൊട്ടിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മിക്കവാറും കാണാൻ പറ്റും വേഗം. ഓക്കെ, വലിയ ഗുഹയുണ്ട്. നമ്മൾ അടിക്കെത്തി ഇതിനൊന്നൊന്നുമില്ല. പിന്നെ അന്നേരം അവിടെയാണ് കേസ്. അവിടെയാണ് കണ്ട് തന്നെ കേസ്. അന്ന് നമ്മൾ പോയ സ്ഥലം കേവിലെ തന്നെ കണ്ടുപിടിക്കാൻ ഏതാണ് ചാടി വരണങ്ങൾ. എവിടെ നിന്ന് പറഞ്ഞിട്ട് അടിക്കറ. ഒരു പണി ചെയ്യാൻ സമ്മതിക്കില്ലാന്ന് വെച്ചാ കഴിഞ്ഞില്ലേ നീയൊന്നും. ഒരു അന്തിയൊന്നുമില്ലേ. എൻ്റെ അടുത്ത് അങ്ങോട്ട് കയറി പോകണം. എൻ്റെ പോർട്ടലിലേക്ക് ആരോ കയറിപ്പോയിട്ടുണ്ട്. ലൈഫില്ല അതിൽ കളിക്കാൻ നിൽക്കണ്ടെങ്കിൽ വേഗം തീർത്ത് ഫുഡ് എടുത്ത് കഴിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് ചെയ്ത് മേലെ ഇറങ്ങി. അവിടെ പിക്കിളിനായിരുന്നു ഇത് ഇതിനോട് ഇന്ന് വന്നത്. ഓക്കെ, സെറ്റ്. പക്ഷെ എന്താ പിന്നെയും പൊട്ടത്തരം കാട്ടെ. ഞാൻ അവിടെ ഇതിൻ്റെ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എന്നെ കുറിച്ചൊന്നും പറയല്ലേ. ഓക്കെ, ഞാൻ പോയി കെണ്ടറിനൊക്കെ ഒന്ന് ചോദിച്ചു. ഞാൻ അവിടെ ഒന്നും പ്രത്യേകിച്ച് ആരും ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് ടെൻഡർ. എടാ എന്താടാ നിനക്ക് പ്രശ്നം? എന്താ പ്രശ്നം? എൻ്റെ പൊന്നെ 3 ലൈഫിൽ എന്നെ കൊല്ലാണ്ട് വിട്ടെ ഇവന്മാരെ കൊണ്ട്. ഞാൻ എന്തെങ്കിലും കുറച്ച് എൻഡ്രൈവ് വേണം നമുക്ക് ചില നേരത്തെ സെൽക്കർ നമ്മൾ വയറേക്ക് പറപ്പിക്കും കേസ്. അപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് എൻഡ്രൈവ് വേണ്ടി വരും. വേണം തന്നെ കുറച്ച് വാങ്ങാം കേസ്. അടാ ഇത് വന്നെങ്കിൽ ഇവിടെ നോക്ക്. ഓക്കെ, അങ്ങനെ 11 കിട്ടിയിട്ടുണ്ട്. അതും കഴിയുന്നുണ്ട്. ഓക്കെ, വൺസ് അഗെയിൻ ഹായ്. വേഗം സുഖം തന്നെയല്ലേ? ശരി തന്നെ വെച്ചിട്ട് 2 ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടിയിടാം കേസ്. നമുക്ക് വേഗം കാണാൻ പറ്റും അനുസരിച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത്. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല കേസ്. നമുക്ക് ബാക്കിലുണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. അതാണ് കേസ് നമ്മൾ നേരത്തെ കണ്ട അനുസരിച്ച് തൊട്ട് പോർട്ടലിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. നമുക്ക് വേഗം പോയി ലൂട്ട് ചെയ്യാൻ പറ്റി. മിക്കവാറും നമ്മൾ കുറേ സ്ഥലത്തേക്ക് ബ്രിഡ്ജ് ചെയ്ത് പോകേണ്ടി വരും കേസ്. ഞാൻ കുറച്ച് ടെമ്പററി ബ്ലോക്കൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്നും പോരെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മൈൻ ചെയ്ത് പോകേണ്ടി വരും കേസ്. ഇതിൻ്റെ കൂടെ തന്നെ പോരെ. ഇത്രയുള്ളൂ. കുറച്ച് ഷെൽക്കറിനെ കാണാം ഡേയ്സ്. എനിക്ക് അവിടെ നിന്ന് ഒരു ഷെൽക്കർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. ഷെൽക്കർ പിന്നെ സ്പോൺ ആവും. ഞാൻ തോന്നുന്നപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒന്ന് പോയതാണ് കേസ്. വേറെ ഷെൽക്കർ സ്പോൺ ചെയ്താന്ന് തോന്നുന്നത്. ഫുഡ് പോരാണ്ട് വരാമെന്ന് പറഞ്ഞുകൂടെ കേസ്. എൻ്റെ ഇപ്പം തന്നെ 48 ഒരു സേഖ കൊടുത്തിട്ട്. മറ്റേത് ഞാൻ അധികം കഴിച്ചിട്ടില്ല കേസ് ഇതുവരെ. ലൈഫ് നന്നായി കുറയുമ്പോൾ കഴിക്കാൻ വെച്ചിട്ട് വെച്ചോക്കാം. ഫൈനലി കേസ്. ഇത് ബ്രാഞ്ചസ് ഒന്നും ഇല്ലേ? എന്തൊരു കൊള്ളപ്പം പോലെ നേരിക്കുന്നു. അതിൽ ഷിപ്പും ഇല്ല കേസ്. ഓക്കെ, ഷെൽക്കറിന് 2-3 ഷെൽക്കർ ഉണ്ടാകും കേസ് മിക്കവാറും അതിനുള്ളിൽ. എന്തായാലും എന്തല്ലേ ഷെൽക്കർ കാണാൻ കുറച്ച് കൊന്നിട്ട് തന്നെ പോകാം കേസ്. നമുക്ക് ഇവിടുന്ന് കിട്ടാൻ ലൂട്ടൊക്കെ നമ്മൾ പരമാവധി ഇന്ന് തന്നെ എടുക്കും കേസ്. 2 ഷെൽക്കറുകൾക്ക് മാത്രമായിട്ട് ഒരു എൻസിറ്റി. സൂപ്പർ. നമുക്ക് അടുത്ത എൻസിറ്റി തപ്പി പോകണം. അടുത്ത എൻസിറ്റി കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേസ്. നിങ്ങളെ എടുത്ത് തന്നെ മതിയായിരുന്നു കേസ്. എൻസിറ്റിൻ്റെ അല്ലത് ഫൈനലി ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഇപ്പോൾ ഒരു 500 ബ്ലോക്ക് നടന്നിട്ടുണ്ടാകും കേസ്. ഇപ്പോഴാണ് ഈ സ്വർണ്ണം കാണണേ. എത്താവോ റേഞ്ച്? ആകാശത്തേക്ക് നോക്കി എറിഞ്ഞു. എത്തിയാൽ മതിയായിരുന്നു. എത്തി. അടാ ഇവന്മാർക്ക് എന്ത് പ്രശ്നം?
പക്ഷെ എന്താണാവാൻ എനിക്ക് പ്രശ്നം അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. പക്ഷെ ഇതിലിങ്ങനെ ഷിപ്പ് ഉണ്ടായാൽ മതി. നമ്മൾ മുന്നേ കണ്ടതിന് ഒരു ഷിപ്പ് ഉണ്ടായില്ലേ, ഒരു സിംഗിളോ മാത്രം ഉണ്ടായുള്ളൂ. ഇതിന് ഷിപ്പില്ലേ. സൂപ്പർ. ഞാൻ പിന്നെ എന്തിനാണ് കണ്ടുപിടിക്കണത്? ഇത് ഭംഗിക്ക് കണ്ടുപിടിച്ചല്ല ഞാൻ. ടോട്ടൽ 3 കണ്ടു. 3 ഒരെണ്ണത്തിന് വേണ്ടി ഷിപ്പ് ഫോൺ ആയണേ. ഇതിൽ ഷിപ്പില്ലേ, നമുക്ക് ഷെൽക്കർ ബോക്സ് മാത്രം കിട്ടാവുള്ളൂ. അതെടുത്തിട്ട് പോകാൻ കേസ്. അതെങ്കിൽ അത് ഒന്നിൽ 2 പറഞ്ഞിട്ട് നല്ലതാണ് കേസ്. എന്തായാലും നമ്മളിപ്പോൾ 2 കണ്ടുപിടിച്ചു. 2 ഫസ്റ്റ് ഒന്ന് പിന്നെ ആർമർ ഉണ്ട് കേസ്. അവിടെ പോടാന്ന് ഒരു ഇതിട്ടോ. ഇതിന്റെ ഗോൾഡ് അയ്യാണൊന്നും വേണ്ട. കേസ് മാനേഷൻ ബ്രേക്കിംഗ് തരും. ഇത് ആശീല സാധനങ്ങളാണ് കേസ്. ഒരു ഗുണമില്ലാത്ത സാധനങ്ങളാണ്. അന്ന് എടുക്കാൻ നിൽക്കണല്ലേ. പക്ഷെ നമ്മുടെ ഇതിൽ കുറച്ച് റോക്കറ്റ് ഉണ്ട്. ലാഡർ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി അനുസരിച്ച് കിട്ടുമെന്ന് നമുക്ക് പറഞ്ഞു നോക്കായിരുന്നു കേസ്. പക്ഷെ എൽഷിപ്പ് തന്നെയല്ലത്. അതെ, ഫൈനലി ഒരെണ്ണെങ്കിലും കണ്ടുപിടിച്ചു കേസ്. വേറെ എന്റെ പൊന്നു മോനെ, ഇവിടേക്ക് നമ്മൾ വെറുതെ ലേസ്. കാരണം വെറുതെ ഒന്ന് ചിലക്കിന്റെ അടി കൊള്ളായിരുന്നു കേസ്. നമുക്ക് കുറച്ച് അവിടെ പോയിട്ട് കൊള്ളാം. അപ്പൊ കൊള്ളാലും നിർത്തി കേസ്. ഇവിടുത്തെ എല്ലാവരും ടെലിപ്പോട്ട് അടിച്ച് കളിക്കുകയാണ് കേസ്. മെരിക്ക് വെള്ളത്തിന് പോലെ കൊല്ലാൻ പറ്റില്ല. എല്ലാം ടെലിപ്പോട്ട് അടിക്കുകയാണ് കേസ്. ഓക്കെ, എന്റെ ഷിപ്പ് അവിടെയല്ലേ. അങ്ങോട്ട് പോയി, ഞാൻ അങ്ങോട്ട് പോയി. നമുക്ക് ഫുഡിൽ ഇത് നമുക്ക് ഫുഡാക്കാൻ പറ്റുമോ? ഈ സാധനം കഴിച്ചാൽ ഫുഡ് കയറാവോ? ഇത് മതി കേസ്. ഇത് നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കാം. നല്ല കാര്യം. കുറച്ച് നമ്മൾ ടെലിപ്പോർട്ടായി പോകും കഴിച്ചത്. അത് മാത്രം പ്രശ്നമുള്ളൂ. ഫസ്റ്റ് പൊട്ടിച്ചിട്ട് പോകും കഴിച്ചു. ഇതും എന്തായാലും ഫുഡിന്റെ ആവശ്യമുണ്ട്. 30 എടുത്തുണ്ട്. അവിടെ ഷിപ്പ് ഉണ്ട് കേസ്. അവിടെ അതിൽ എന്തായാലും ഒരു ലേറ്റർ ഉണ്ട്. നമുക്ക് ഒരു ലേറ്റർ കിട്ടി. നമുക്കപ്പോൾ ഇനി പറന്ന് ലൂട്ട് ചെയ്യാം കേസ്. 2 പിള്ളേരുണ്ട്. ഓക്കെ, എത്തി. ഈസി പി സി. ഇനി മര വരണം കേസ്. ഏറ്റി നമുക്ക് നേരെ ഷിപ്പ് കയറിയ പോലെ തന്നെ ലേറ്റർ എടുക്കാം കേസ്. രണ്ട് ശിവന്മാര് ഒന്നിനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന്മാരോട് നല്ല കഷ്ടപ്പാട് കേസ്. അവിടെ എൻസിറ്റി വഴിയുന്നു. എൻ്റെ എൻഷിപ്പ് ആണ് അവിടെ നേരെ അവിടേക്ക് പോണ്. നല്ല കുട്ടിയാണ് പോയിരുന്നു. അത്ര തന്നെ. ഫ്രണ്ട് ലൈഫ് എവിടെ ഓട്ടാ. എലി പോർഷൻ ഉണ്ട്. ലൈഫ് കിട്ടിണ്ടാവും. ഓട്ടെ കുപ്പി വേണ്ട നമുക്ക്. ഇവിടൊക്കെ സാധനം ഉണ്ടാവുമോ? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടൊക്കെ എൻ്റെ ഷീറ്റ് സാധനം കാണാം. എൻ്റെ ഷിപ്പല്ല. എൻ്റെ ഷിപ്പിന്റെ ആ ഭാഗത്ത് ഇതുവരെ ഞാൻ ഷെൽക്കർ ഷെഡ് കണ്ടിട്ട് ആളങ്ങോട്ട് ബൈ ബ്രോ. മനസ്സിലായി. നമുക്ക് അവിടെ ലാഡർ കിട്ടിയേക്കാണ് കേസ്. എത്ര സമയം വെച്ച് പറഞ്ഞോട് കേസ് തുറന്നെടുക്കാൻ. ഓക്കെ, ഇവിടെ നമുക്ക് കുറേ ആർമർ കിട്ടിയിട്ടുണ്ട് കേസ്. നമുക്ക് ഇനി ഇവിടെ ഈസി ആയിട്ട് ലൂട്ട് ചെയ്യാൻ പറ്റും. കുറേ ഉണ്ട്. ഡയമണ്ട് ഉണ്ട്, കേസ് ഓഫ് ലൈനിങ് ഉണ്ട്, കേസ് ഓഫ് വാനിഷിംഗ് ഉണ്ട്. ഇതൊക്കെ സാധനം ഒരു കയറണോ. ഫയർ പ്രൊട്ടക്ഷൻ 2 അത് ആവശ്യമില്ല. കേസ് ഓഫ് വാനിഷിംഗ് എഫിഷ്യൻസി 3. ഗോൾഡ് ഇരുന്നോട്ടെ കേസ്. ഗോൾഡ് നമുക്ക് ആവശ്യം വരും. ആവശ്യമൊന്നുമില്ല കേസ്. നമുക്ക് ഇതിനോട് 2 ടാറ്റ പറഞ്ഞിട്ട് ഇതിടാം. ഇതോട് ഇട്ടേക്കാം. ഡ്രാഗനെ തല നമുക്ക് ഡ്രാഗന്റെ തല വേണം. നമ്മളിതുവരെ നമ്മൾ ബേസിക്ക് കൊണ്ടുപോയിട്ടില്ല പറഞ്ഞാൽ. നമ്മൾ അന്ന് ഏറ്റവും ഫസ്റ്റ് ലൂട്ട് ചെയ്തപ്പോ ഡ്രാഗന്റെ തലയില്ലാണ്ടാ പോയേ. നമുക്ക് പറന്നു പോവാന് ഏതൊരു പെരട്ട് ഇട്ടുണ്ട്. ഞാൻ തീരും പറന്നു. ഓക്കെ, സെറ്റ് ഇത്ര സെലാറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ഈസിയാണ് കേസ് കളിക്ക്. ഓക്കെ, ഇവിടുത്തെ എല്ലാവരും വായ തലക്കത്തി കളഞ്ഞെന്ന് തോന്നുന്നുണ്ട് കേസ്. ഓക്കെ, നമുക്ക് തലക്കാലം നമുക്ക് പോയി ഡ്രാഗനെ തല എടുക്കാം. നമ്മൾ ഇതൊരു ഡ്രാഗനെ തല കൊണ്ടുപോയിട്ടില്ല നമ്മുടെ ബേസിക്ക്. ഡ്രാഗനെ കൊണ്ടിട്ട് വായ ബ്രോന്ന് ഡ്രാഗൻ തല കിട്ടിയിട്ട് നമുക്ക് പോകാം കേസ്. ഇവിടുത്തെ എല്ലാ ചെറുപ്പം തീർന്നു തോന്നുന്നുണ്ട്. നമുക്ക് പിന്നെ വേണ്ട റോക്കറ്റാണ് കേസ്. കുറച്ചേരം പറന്ന് നോക്കായിരുന്നു റോക്കറ്റ് ഇട്ടിരുന്നെങ്കിൽ. ഇതിനുള്ളിലാണെങ്കിൽ മറ്റേ സാധനം ഇല്ലേ, എൻ്റെ ചെസ്റ്റ് ഫോണായിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ റോക്കറ്റ് ഒക്കെ ഇരിക്കണേ. അവിടെ നമുക്ക് ഇനി നമ്മൾ നേരത്തെ വേർതിക്ക് ഒന്നുകൂടി പോകേണ്ടി വരും. അവിടെ നിന്നാണ് നമ്മൾ വന്നേ. അങ്ങോട്ട് തിരിച്ച് ഒന്നുകൂടി പോകണം. അവിടെ മിക്കവാറും ഷെൽക്കേസ് ഇല്ലാണ്ടിരിക്കേണ്ടതാണ്. നേരത്തെ എല്ലാത്തിനും കൊന്നതാണ്. മിക്കവാറും ഒന്നും ഉണ്ടാവില്ല കേസ് അവിടെ. നമുക്ക് നേരെ പോയിട്ട് അങ്ങോട്ട് പോകണം. നേരെ കുറച്ച് റോക്കറ്റ് എടുക്കണം. എന്നിട്ട് പറന്ന് ലൂട്ട് ചെയ്യണം. ഇതെല്ലാം അതാണ് നമുക്ക് അതിന് പരിപാടി ബാക്കിയുള്ളൂ. ഓക്കെ, റോക്കറ്റിൻ്റെ സാധനം എടുത്ത് ഇവിടെ വെച്ച് ഒരു സേക്ക് റോക്കറ്റ് മതിയാവോ? കുറച്ചുകൂടി നോട്ടൈസ് പറയാൻ പറ്റില്ല കേസ്. എപ്പോഴും ആവശ്യം വരാന്ന് വെച്ച് അവിടെ നിന്നൊക്കെ തുപ്പുണ്ട് തന്നെ. എന്നെ എവിടെയെന്ന് പറഞ്ഞോളൂ. ഞാൻ ഇപ്പോൾ പോകാൻ പോകുന്നത് ഇത് മതി കേസ്. ഞാൻ അവരെ കൊല്ലാൻ നിൽക്കണില്ല കേസ്. ഞാൻ നമുക്ക് വേറെ ഇൻസിറ്റി ഉണ്ടോ നോക്കാം. ഇലക്ട്രിക് കേസ് നമുക്ക് വേഗം നോക്കാൻ പറ്റും. അയ്യോ, ലൈഫ് കൂടി നോക്കണം കേസ്. ലൈഫ് തീർന്നു കഴിഞ്ഞാൽ അതും പൊട്ടിപ്പോവും. ഞാൻ പോയതാണോ? കുറെ വട്ടം പോയി എടുത്തേക്ക് തന്നെ എത്തി. ഇത് പോവാത്താന്ന് തോന്നുന്നു. ഇത് പോവാത്താണ്. ഓക്കെ, ഒരെണ്ണെങ്കിലും പുതിയത് കണ്ടോ ഫൈനലി.
നമ്മളിനി എലൈറ്റർ മാത്രം കേസ് എടുക്കാൻ പോകണല്ലോ. ഷെൽക്കർ ഷെല്ല് നോക്കാൻ പോകണില്ലേ? മതി ഷെൽക്കർ ഷെല്ല്. എലൈറ്ററില്ലേ? ഓക്കെ എലൈറ്ററിണ്ട്. വരാത്താണ്. പുതിയതാണ്. ചാടാ പിടിച്ചിരിക്കുക താടാ. അതിൻ്റെ ഒരു ബോട്ടുണ്ട്, മെൻഡിങ്ങുള്ള ബോട്ടുണ്ട്. ഓക്കെ നല്ലതാണ്. ഓട്ടെ ഇതിന് മെൻഡിങ് ഉണ്ട്. മെൻഡിങ്ങുള്ള നല്ല സാധനങ്ങളാണ് ഗൈസ്. കാരണം നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. അത് സെൻ്റെ ലേറ്ററല്ല ഇപ്പോൾ ഗീസ്. ഈ ലേറ്റർ മാറി കുറച്ച് നേരത്തേക്ക് ഈ ലേറ്റർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ലേറ്റർ ഇപ്പോൾ പൊട്ടിപ്പോകും ഗീസ്. ഗൈസ് അങ്ങനെ നമുക്ക് 2 ലേറ്റർ കിട്ടിയിട്ടുണ്ട്. അത് മതി. ഞാൻ ഡ്യൂട്ടിയാണ് നിൽക്കണേ. ഡ്യൂട്ടിയിൽ നിന്ന് മിക്കവാറും ചാവും. നമുക്കിനി പുറത്തേക്ക് പോകേണ്ട വഴി കണ്ടുപിടിക്കണ്ടേ? നമ്മൾ അവിടെ ആയിട്ടായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ എൻസിറ്റി കണ്ടുണ്ടായേ. ഇവിടെ കണ്ടായിട്ടായിരുന്നു ഗൈസ്. ഞാൻ ഇവിടെ ഓർമ്മയുണ്ട് വഴി. നമുക്ക് തന്നെ ഇതേ നിൽക്കണം. ഇതിനെ കുറിച്ചാണ് ഞാൻ പറയണ്ടായേ. നേരെ ഉള്ളുക്കി ചാടി. അത്രയ്ക്കേ ഉള്ളൂ നമ്മളടുത്ത് അവൻ്റെ കളി. അങ്ങനെ ഫൈനലി 2 ലേറ്റർ കൊണ്ട് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ രണ്ടിപ്പോൾ മെൻഡിങ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കണം. മെൻഡിങ് ഇടാറായിട്ട് നമുക്ക് അതുകൊണ്ട് ഒരെണ്ണം നമുക്ക് നൈസായിട്ട് ഉപയോഗിക്കും. ഇത് ഇപ്പോൾ ഉപയോഗിച്ച് കുറച്ച് ലൈഫ് കുറയുമ്പോൾ ഇത് ഉപയോഗിക്കാൻ നീരോട്ടും ലൈഫ് ഇല്ല. സൂപ്പർ. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാം ഗൈസ്. ലൈഫ് കുറയണം നോക്കാം നമുക്ക്. അത്രേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് തന്നെ ഒരു വില്ലേജ് ട്രേഡിങ് ഹാൾ സെറ്റ് ചെയ്യണം ഗൈസ്. അത് ഞാൻ നൈസായിട്ട് ഐലൻഡിൽ ഉണ്ടാക്കാന്നാണ് വിചാരിക്കണേ. അതൊക്കെ ഫ്യൂച്ചർ പ്ലാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇത് കുറേ ടൈം എടുത്തു ഗൈസ് വിചാരിക്കാൻ. നല്ല കുറേ ടൈം എടുത്തു. പുറത്തെ വീഡിയോ കാണാം. അതിലെ ബൈ ഗൈസ്.